ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 റിലീസ് ചെയ്യാനിരിക്കുന്ന മാരുതി സംവിധാനം ചെയ്ത് ദ റബൽ സ്റ്റാർ പ്രഭാസ് നായകനായെത്തുന്ന പുതിയ സിനിമയാണ് ദി രാജാ സാബ്. അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ജനുവരി 9 ജനനായകൻ ദളപതിയുടെയും എത്തുന്നുണ്ട്. അതേ ദിവസം തന്നെയാണ് രാജാ സാബും എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനത്തെ ഒരു ക്ലാഷ് ബിറ്റ്വീൻ ഒന്നും ഇല്ല. ആൻഡ് ഓവറോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം. കാരണം ഈ സിനിമ ഇറങ്ങുന്നോ ഇല്ലയോ എന്നുള്ളത് വരെ ഇപ്പോൾ ഒരു വലിയ സംശയമാണ്. കാരണം ആ ഒരു ടോക്കേ ഇല്ല. പക്ഷെ റിലീസ് 9-ാം തീയതി ഇറങ്ങുന്നുണ്ട്. ആൻഡ് ട്രെയിലർ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പീപ്പിൾ മീഡിയ. இந்த உலகத்துல எல்லாத்தையும் மறக்கக்கூடிய வியாதி உனக்கு இருந்தாலும் அவரை மட்டும் நீ மறக்கவே மாட்டேங்கிற. கங்கம்மா, உன் டைம் ஸ்டார்ட் ஆயிடுச்சு. லவ் யூ. ஆகட்டும் ராஜா சாப். ஏய் கனகராஜ், எனக்கும் உன்னை பத்தி தெரிஞ்சுக்கணும்னு நிறைய ஆசை. உன்னை തുടക്കം കണ്ടപ്പം അരൺമനയുടെ ഒരു ഫീൽ അടിച്ച്, അരൺമനയുടെ അതേ മ്യൂസിക്കും പോലെ തോന്നി, അരൺമനയുടെ ആ ഒരു സീക്വൻസ് ഒക്കെ തോന്നി. ഇതൊരു ഹൊറർ ഫാന്റസി എന്നാണ് പറയുന്നത്. തമനസ് ആണ് മ്യൂസിക് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ മാളവിക, നിധി അഗർവാൾ, പിന്നെ ഒരു നടി കൂടെ ഉണ്ട്, സഞ്ജയ് ദത്ത്. കുട്ടിച്ചാത്തന, സാൻഡ്മാൻ, ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാന്റസി. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് ഇതിന്റെ മുമ്പ് ഒരു ട്രെയിലർ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഇതൊരു ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാന്റസി മൂവി ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതിനി കണ്ടറിയണം എന്താണ് അവിടെ നടക്കാൻ പോണെന്ന്. ഇനി ഒരു സഞ്ജയ് ദത്തിന്റെ കഥാപാത്രം കോമഡി ആയിട്ട് വരുമോ എന്നാണ് തോന്നുന്നത്. ഇതിലൊരു മന്ത്രവാദി അല്ലെങ്കിൽ ഗോസ്റ്റ് ടൈപ്പാണ് സഞ്ജയ് ദത്തായിട്ട് വരുന്നത്. ആൻഡ് അത് ഇതുപോലെ ഒരു സീന് പോലെ ക്ലൈമാക്സിൽ ഫസ്റ്റ് ട്രെയിലറിൽ രാജാ സാബ് എന്ന് പറഞ്ഞ് പ്രഭാസ് വരുന്നുണ്ടായിരുന്നു. ഇനി അച്ഛനും മകനും കോംബോ ആണോ എന്ന് പറഞ്ഞുകൂടാ. എന്തൊക്കെയാ വന്നത്? ஹிப்னடைஸ் பண்ணி நீங்க ஒரு டிரான்ஸ்குள்ள மாட்டிக்கிற மாதிரி பண்ணி இருக்கான். தாத்தா வந்துட்டாடா. എന്തോ കുറെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മളെ കണ്ടതുകൊണ്ട് കാണാത്തത് കൊണ്ട്. പക്ഷെ എനിക്ക് സിനിമയിൽ ഒരുപാട് ഈ പേടിപ്പെടുത്താനുള്ള എലമെന്റ്സ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം തന്നെ ഇപ്പൊ തന്നെ ഈ ട്രെയിലറിൽ തന്നെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. സഞ്ജയ് ദത്തായിരിക്കുന്നില്ലേ, സാധാരണ പെൺ ഗംഗമ്മ കിടയാതെ സമുദ്രകനിയുണ്ട്, കിളവിയായിരിക്കുമല്ലേ. ആയിട്ടുണ്ട്. മുതലായിട്ട് അടിയുണ്ട് ഗൈസ്. 3 പേരുമായിട്ട് ഡാൻസ് ഉണ്ട്. ഇനി 10 உலகத்தை உருவாக்கி அந்த உலகத்தில் இந்தியாவும் கூட சண்டை போடுவோம். പടം കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഹൊറർ എലമെന്റ്സ് ആൻഡ് പ്രഭാസിന്റെ കുറച്ച് കുറെ കാര്യങ്ങളൊക്കെ എലമെന്റ്സ് സിനിമ കാണാനുള്ള ഒരു മൂഡൊക്കെ വരുന്നുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട് സിനിമയിൽ. കാരണം ഒരു എലമെന്റ്സ് കാണാൻ വേണ്ടിയിട്ടെങ്കിലും പോകാനുള്ള ഒരു ടിപ്പിക്കൽ മൂവ് അവർ നടത്തിയിട്ടുണ്ട്. ആ ട്രെയിലർ മുഴുവൻ അതൊക്കെ ഇതിലുണ്ട്. ആൻഡ് കുറച്ച് കളർഫുള്ളും ആണ്. പിന്നെ പ്രഭാസും ഉണ്ട്. கால் நகர்னா அதுக்கு
distract. ജോക്കാ മാരുതി ഫിലിം ജനുവരി 10 ഗൈസ് ജനുവരി 10 എന്നാണ് പറയുന്നത്. മുമ്പ് അവർ ജനുവരി 9 പൊങ്കൽ റിലീസ് ജനനായകന്റെ കൂടെ എന്നാണല്ലോ കാണിച്ചിരുന്നത്. ഇപ്പൊ ഇവര് ജനുവരി 10 ജനുവരി 10 അപ്പോ പ്രഭാസിന്റെ രാജാസാബും പിന്നെ പരാശക്തിയും ശിവകാർത്തിന്റെ പരാശക്തി വരുന്നത്. ട്രെയിലർ മൊത്തത്തിൽ കണ്ടിട്ടപ്പോ എനിക്ക് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒന്ന് ആ മ്യൂസിക് കുഴപ്പമില്ല, പിന്നെ പ്രഭാസിന്റെ ലുക്സും ആ ഒരു ഓറൊക്കെ വീണ്ടും അതിൽ വരുന്നുണ്ട്. പിന്നെ ഹൊറർ എലമെന്റ്സ് കുറേയൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ ഞാൻ കണ്ടതും കാണാത്ത ഒരുപാട് സാധനം, പിന്നെ ഇംഗ്ലീഷിൽ നിന്നും കുറച്ച് കോപ്പിയുടെ ഒക്കെ ഉണ്ട്. സ്പൈഡർമാൻ, ആൻഡ്മാൻ, പിന്നെ സാൻഡ്മാൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ജോക്കർ. അപ്പൊ പിന്നെ കുറച്ച് റെഫറൻസും കുറച്ച് കോപ്പിയുടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എലമെന്റ്സ് ഒക്കെ കുറെ കൂടുതൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി സിനിമയിലും കുറച്ചുകൂടെ ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. മൊത്തം ഒരു ഹൊറർ പടം തന്നെയാണ് വരുന്നതായിരിക്കും. ഇതും 3 മണിക്കൂർ എന്തോ ഉണ്ട് സിനിമ. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ ട്രെയിലർ ലുക്സ് ഗുഡ് ആണ്. ജനുവരി 10, 2026 റിലീസ് ചെയ്യുന്നത്. ആൻഡ് പാൻ ഇന്ത്യൻ പടമാണ്, എല്ലാ ഭാഷയിലും ഉണ്ട്. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്കാണ് മെയിൻ. അപ്പോൾ ഇത് പ്രഭാസിന്റെ ആ ഒരു ലാസ്റ്റുള്ള ഫൈറ്റിങ് കാര്യങ്ങളും കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു പ്രഭാസല്ലേ ഡൈനോസറല്ലേ കുറച്ച് ബിൽഡപ്പും ഓവറും ഒക്കെ ഇതിലും ഉണ്ടെന്ന് തോന്നുന്നു. ആ ഫൈറ്റിലൊക്കെ 200 പേര് പ്രഭാസിനെ പിടിച്ചു വെച്ചിരിക്കുന്നുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫൈറ്റും കൊള്ളാം. പിന്നെ മാളവിക, നിധികരം എല്ലാവരുമായിട്ടുള്ള ഡാൻസും ഉണ്ട് പടത്തില്. കാരണം എനിക്കൊന്ന് ഒറ്റ സോങ്, എല്ലാവരും ഒരേ കോമൺ ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഒറ്റ സോങ്ങിലായിരിക്കും എല്ലാവരും വരാൻ പോകുന്നത്. മൊത്തത്തിൽ ട്രെയിലർ കൊള്ളായിരിക്കും. പക്ഷെ മുമ്പ് ജനുവരി 9 ജനനായകന്റെ കൂടെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജനുവരി 10 ആക്കിയിട്ടുണ്ട്, അതായത് ഒരു ഡേ ലേറ്റ് ആക്കിയിട്ട്. പക്ഷെ പിക്ചറിൽ നോക്കിയപ്പോൾ 9 നടന്നു, ട്രെയിലറിൽ നോക്കിയപ്പോൾ 10 നടന്നു. എന്താണെന്നറിയില്ല, 10 ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്. ആൻഡ് സഞ്ജയ് ദത്ത് ഉണ്ട്. സഞ്ജയ് ദത്തായിരിക്കും വില്ലനാണോ അതോ അതിലൊരു അമ്മമ്മ ഉണ്ട്, ആ അമ്മമ്മ ആയിരിക്കും വില്ലനാണോ എന്ന് ഇനി കണ്ടറിയണം. ആ അമ്മമ്മയെ കുറച്ച് ആദ്യമൊക്കെ ആ അമ്മമ്മയെ പൊക്കി അടിക്കുന്നുണ്ട്, പിന്നെ അമ്മമ്മയ്ക്ക് വാശി ഇടുന്നുമുണ്ട് പ്രഭാസ്. അപ്പോൾ ആ അമ്മമ്മ വില്ലത്തിയാണോ എന്നൊക്കെ കണ്ടറിയാം. പിന്നെ സഞ്ജയ് ദത്ത് എന്തായാലും ഒരു നെഗറ്റീവ് ഷെയ്ഡ് പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ അച്ഛനും മകനും കോമ്പയാണ്, അല്ലെങ്കിൽ ഇവരെല്ലാവരും അച്ഛൻ മകൻ അമ്മ കോമ്പയാണെന്നും അറിഞ്ഞുകൂടാ, കോംബോ ആണെന്ന് ഇനി കണ്ടാലേ മനസ്സിലാവും. മൊത്തത്തിൽ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം കാണാനുള്ളൊരു ഇൻട്രസ്റ്റിംഗും തോന്നി, കാരണം ആ ഒരു എലമെന്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ കാണുമ്പോൾ അറിയാം ബോംബാണോ ഗുണ്ടാണോ അല്ല നല്ല പടമാണ്. നല്ല പടം ആയിരിക്കട്ടെ. കുറച്ച് ഹൊറർ എലമെന്റ്സും മാസ് എലമെന്റ്സും ഒക്കെ ഉണ്ട്. പിന്നെ തമന്റെ മ്യൂസിക്കും ഉണ്ട്. ലാസ്റ്റ് ആ സഹാന എന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ടുണ്ടായിരുന്നു പാട്ട്. പിന്നെ ഫസ്റ്റ് പാട്ട് രാജാസാബ്, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ. പിന്നെ കേട്ട് വന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിയേറ്ററിൽ ചിലപ്പോൾ കയറുമ്പോൾ വൈബായിരിക്കും, ചിലപ്പോൾ കാണുമ്പോൾ ബബ്ബയിലൊക്കെ അഴിഞ്ഞാട്ടം സോങ് ഒക്കെ ഫസ്റ്റ് തുടക്കം കേട്ട വൻ ട്രോളൊക്കെ ആയിരുന്നു. പക്ഷെ തിയേറ്റർ കേട്ടപ്പോൾ നല്ല ആളുടെ കൂട്ടത്തിലൊക്കെ കേട്ടപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പടം വരട്ടെ. ട്രെയിലർ ലുക്സ് ഗുഡ്.